ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിഭീക്ഷ ജിതേഷ് ആണ് ചോദിച്ചേക്കുന്നത്. ചേച്ചി, മുഖത്ത് കറുത്തപ്പാട് പോകാൻ എന്താ ചെയ്യുക? ഒരു സക്സസ്ഫുൾ ടിപ്പ് പറഞ്ഞിട്ടാ. മുഖത്ത് കറുത്തപ്പാട് നമ്മൾ സ്കാർസ് കാരണം, അതുപോലെ തന്നെ പിമ്പിൾസ് കാരണം ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും കറുത്തപ്പാട്. പിന്നെ പിഗ്മെന്റേഷൻ കാരണം. ഇത്രയും കാര്യങ്ങൾ പോകാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ റെമഡി എന്ന് പറഞ്ഞാൽ ഹണിയാണ്. ഹണി ആന്റി ബാക്ടീരിയൽ ആയിട്ടും ആന്റി ഓക്സിഡന്റ് ആണ്. അതൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് ഹണി. അപ്പം ഈ ഹണി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സാധാ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്യാതെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. പതഞ്ജലി നിങ്ങൾ യൂസ് ചെയ്യരുത്. മെയിൻ ആയിട്ടുള്ളത് ഡാബറും പതഞ്ജലിയാണ്. പതഞ്ജലി യൂസ് ചെയ്യരുത്. പതഞ്ജലിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്നേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സോ ബെറ്റർ യൂസ് ഡാബർ. ഡാബർ നല്ല ഇന്ത്യയിൽ കിട്ടുന്ന നല്ലൊരു ബ്രാൻഡാണ് ഡാബർ കമ്പയർഡ് ടു ബാക്കി അതർ ബ്രാൻഡ്സ്. പിന്നെ നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള പ്യോർ ഹണി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെറുതേനൊക്കെ ഇല്ലേ, കുറച്ച് പേര് അങ്ങനെ അതിൻ്റെ പുറകെ നടക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ചെറുതേനും യൂസ് ചെയ്യാം, നല്ലതാണ്. മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. ഓക്കെ, ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറൽ റെമഡീസ് ആണ്. ടൈം എടുക്കും, ക്ഷമ വേണം, സമയം എടുക്കും എന്ന് പറയുന്ന പോലെ ഒരുപാട് ടൈം എടുക്കും എന്ന് പറഞ്ഞാൽ ഒരു മിനിമം നമ്മൾ 2 months എങ്കിലും ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ റിൻസി മേരി. ചേച്ചി, കവിളിൽ പിമ്പിൾ ഇല്ല, പക്ഷെ നെറ്റിയിൽ പുരുക്കത്തിനടുത്ത് ഒരുപാട് വരും, തലയിൽ താരനുമില്ല, പിന്നെന്താ ഇങ്ങനെ കുരു വരുന്നത്? ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമ്മുടെ താരൻ ഒരു പോയിന്റ് ആണ്. എല്ലാവർക്കും താരൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ കുരു വരും. ഇത് കുരുവല്ല, ഇത് ഫോർഹെഡ് ബംസ് എന്നാണ് നമ്മൾ പറയുക. എനിക്കുണ്ടായിരുന്നു, അത് താരൻ്റെ ആയിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഫോർഹെഡ് ബംസ് എന്നാണ് പറയുക. ഈ ഒരു ഏരിയയിൽ കുഞ്ഞു കുഞ്ഞു കുരുരായിട്ട് വരുന്നതിന്. ഓക്കെ, നമ്മുടെ തലയിൽ നിന്ന് ഈ ഒരു പോർഷനിൽ താരനും അതുപോലെ ഇച്ച്നെസ്സും സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ പടരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അലർജിക് ഇൻഫെക്ഷൻസ്, പിന്നെ അലർജിക് ആയിട്ടുള്ള റീസൺസ്, പിന്നെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ എന്തെങ്കിലും പുതിയ പ്രോഡക്ട്സ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ചൊരു അലർജിക് പോർഷൻ ആണെങ്കിൽ നമുക്ക് അലർജി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ പിമ്പിൾസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനകത്ത് പസ് ഉണ്ടാവില്ല. അതിനകത്ത് എന്തെങ്കിലും അലർജി കോസിങ് ആയിട്ടുള്ള ഏജൻസ് കാരണമാണ് അതവിടെ അങ്ങനെ വരിക. നിങ്ങൾ അത് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നാരങ്ങ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നാരങ്ങ, ആപ്പിൾ സൈഡർ വിനിഗർ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യുക. അതുപോലെ എടുത്ത് അപ്ലൈ ചെയ്യരുത്, കാരണം ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, ഈ കോലം കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പോഴും ഈ കോലത്തിൽ തന്നെയാവും. ഇവിടെ കറണ്ട് വന്നപ്പോൾ പെട്ടെന്ന് വന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം അവന്തിക സന്തോഷ്. ചേച്ചി, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു കെമിക്കൽ ഫ്രീ അഫോർഡബിൾ മോയ്സ്ചറൈസർ പറയോ? എടാ, കെമിക്കൽ എല്ലാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്ട്സിനും കെമിക്കൽസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസമല്ലേ സ്റ്റേ ചെയ്യുള്ളൂ. കെമിക്കൽസ് ഒരുപാട് കെമിക്കൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്യൂട്ടി കെയർ പ്രോഡക്ട്സ് ഒക്കെ കുറച്ചും കൂടെ നാൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം കെമിക്കൽ ഫ്രീ ആണോ എന്ന് എനിക്കറിയില്ല. അഫോർഡബിൾ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ പോൺസ് ബ്യൂട്ടിയുടെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. എൻ്റെ ഒരു ടപ്പ് തീർന്നു. പോൺസ് ബ്യൂട്ടി നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ ഉണ്ട്, ഗ്രീൻ ടീ മോയ്സ്ചറൈസർ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ അഫോർഡബിൾ അല്ല, കുറച്ചൊരു നമ്മുടെ ഫേസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ന്യൂട്രിഡോം ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അടിപൊളിയാണ് കേട്ടോ. ആൻഡ് പ്ലീസ് ടെൽ ഹൗ ടു റിമൂവ് അണ്ടർആം വൈറ്റനിങ്. അണ്ടർആം വൈറ്റനിങ് റിമൂവ് ചെയ്യാനോ? ഡാർക്കനിങ് ആയിരിക്കും. അണ്ടർആം ഡാർക്കനിങ് നമുക്ക് റിമൂവ് ചെയ്യാൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അതേ മാസ്ക് അണ്ടർആംസിലും യൂസ് ചെയ്താൽ മതി. അവിടെ ഒരുപാട് വേർപ്പും കാര്യങ്ങളൊക്കെ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിസ്കളറേഷൻ വരിക. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഷേവ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുക, നമ്മൾ മാസ്ക് ഞാൻ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ, കാരണം അപ്ലൈ ചെയ്താൽ ഇങ്ങനെ പൊക്കി ഇരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. അവിടെ ഞാനങ്ങനെ കെയർ ചെയ്യാറേ ഇല്ല. അണ്ടർആംസ് ഞാനങ്ങനെ കെയർ ചെയ്യാറേ ഇല്ല. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഫേസിലിടുന്ന അതേ മാസ്ക് തന്നെ യൂസ് ചെയ്താൽ മതി. കിടക്കാച്ചി റോക്സ്, ബർത്ത് കളർ കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ബർത്ത് കളർ ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ടാനിങ് എന്നാണ്. ടാനിങ് കാരണമാണ് നമുക്ക് മുഖത്തിനൊരു ഡിസ്കളറേഷൻ വരിക. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇന്ത്യൻ പീപ്പിൾസിന് നമ്മൾ ഇതുവരെയുള്ള കൈയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കളറും ഇവിടുന്ന് താഴോട്ട് വേറൊരു കളറും, അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഇവിടുന്ന് താഴോട്ട് വേറെ കളറും ഇങ്ങോട്ട് വേറൊരു കളറും. ഇപ്പം ഈ ഒരു കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല. അതുപോലെ ഓരോ സ്ഥലത്ത് ഓരോ കളറായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കാലിലും. അതിനെയാണ് നമ്മൾ സണ്ണിന് ഒരുപാട് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് ഈ ടാനിങ് വരിക. ഈ ടാനിങ് മാറാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്കിൻ കെയർ സീരീസിൽ തന്നെയുണ്ട്. അതിന് മുന്നേ ഉള്ള കുറച്ച് വീഡിയോസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം.
ആൻഡ് 1 വീക്കിൽ എത്ര തവണ ഫേസ് പാക്ക് ഇടണം? നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വീക്കിലല്ല, ഒരു ദിവസം നമുക്ക് എത്ര തവണ വേണോ ഇടാം, ഒന്നും ഉണ്ടാകാൻ പോണില്ല. പക്ഷേ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവും, അതിനനുസരിച്ച് നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. സോ 1 വീക്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള മീൻസ് നാച്ചുറൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ഫേസ് പാക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വേണോ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്, കെമിക്കൽസ് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 വട്ടം മാത്രം യൂസ് ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ ഫേസിന് എന്തൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ലോ, ചിലപ്പോൾ അത് കരിവാളിപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം മായ മോഹൻ, ചേച്ചി ഐ ബാഗ്സ് റെഡ്യൂസ് എങ്ങനെ ചെയ്യും, ടിപ്സ് പറഞ്ഞു തരുമോ? എൻ്റെ ഐസ് ഫുൾ ഐ ബാഗ്സും ഡാർക്ക് സർക്കിൾസാലും നിറഞ്ഞിരിക്കുക, എന്ത് ചെയ്യണം ഞാൻ? ചേച്ചി ഐ ബാഗ്സ് എന്ന് പറയാൻ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഓവറായിട്ട് ഉറങ്ങുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഉറങ്ങാതിരിക്കുന്നതുമാണ് ഇതിൻ്റെ കാരണം. മെയിൻ കാരണം ഉറക്കമില്ലായ്മയും ഉറക്കം കൂടുതലുമാണ്. സോ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുക, 6 to 8 hours നല്ലൊരു ഉറക്കം കൊള്ളുക. ആൻഡ് കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ എങ്കിലും ഇലക്ട്രോണിക് അപ്ലയൻസസിനോട് ടാറ്റ ബൈ ബൈ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പഫിനെസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ണിന് താഴെ ഇങ്ങനെ പഫ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം അതിപ്പം ഇവിടെ കുറച്ച് ചബ്ബി ആയിട്ടുള്ളവരുടെ കണ്ണ് സ്വാഭാവികമായിട്ട് അല്പം കുഴിഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും മസാജ് ചെയ്യാം. ചായയുടെ ടീ ബാഗ്സ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക, ഐസ് മസാജ് ചെയ്യുക, ഐസ് ക്യൂബ് മസാജ് ചെയ്യുക, അലോവേര മസാജ് ചെയ്യുക, കോഫി മസാജ് ചെയ്യുക. കോഫി അണ്ടർ ഐ ക്രീം, അണ്ടർ ഐ സിറം ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ അതുണ്ടാവും കേട്ടോ. ആൻഡ് ഐ ബാഗ്സ് ഡാർക്ക് സർക്കിൾസ് പോകാൻ എൻ്റെ ഫോട്ടോ സഹിതം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. ആൻഡ് CE64 വർഷ ദിലീപ് എസ്, നൈറ്റ് സ്കിൻ കെയറിന് എന്തെങ്കിലും ടിപ്സ്? ഓൾസോ നല്ലൊരു ഷീറ്റ് മാസ്ക് കൂടി. നൈറ്റ് സ്കിൻ കെയർ, നൈറ്റിന് ഒരുപാട് കെയർ നമ്മൾ ഫേസിന് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കെയർ നമ്മൾ ഫേസിന് കൊടുക്കുക. നൈറ്റിൽ മാത്രം നിങ്ങൾ CTM ചെയ്യുക, മോർണിംഗിനേക്കാളും. അപ്പോഴത്തേക്കും നമ്മൾ ഫേസ് വാഷ് ഒരു ക്ലെൻസിങ് ആയി, ടോണിങ് ആയി, മോയ്സ്ചറൈസറായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു സിറമോ അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഞാൻ നാച്ചുറലായിട്ട് ഹണിയാണിപ്പം രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് കിടക്കാറ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒന്ന് ഫ്രഷ് ആവും. അത് മാത്രമല്ല രാത്രി ഫുള്ള് ഞാൻ പറഞ്ഞില്ല, ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഈ പിമ്പിൾസിനൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള അതുപോലെ തന്നെ സ്കാർസ് ഒക്കെ കുറയ്ക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഹണിക്കുണ്ട്. സോ ഞാനതാണ് ചെയ്യാറ്. അപ്പം അടുത്ത ചോദ്യം, ചേച്ചി മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് ബ്ലാക്ക് കളർ ഉണ്ട്, പോകാനുള്ള ടിപ്പ് പറഞ്ഞു തരുമോ? മുബാറക് മുമ്പാണ് ചോദിച്ചേക്കുന്നത്. മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഈ ഒരു പോർഷനിലുള്ള ആ ഡാർക്ക് കളറേഷൻ പിഗ്മെൻറ്റേഷൻ കാരണമാവാം. നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യാറ്, ഈ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് കവർ ചെയ്യും, ഈ ഒരു ഏരിയയും ഇട്ടിട്ട്. അപ്പം നമ്മുടെ ഫേസ് കുറച്ചൊന്ന് ലൈറ്റർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഇവിടെ കുറച്ച് സ്വാഭാവികമായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ കുറച്ചൊരു ഡാർക്ക് സ്കിൻ ടോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും പിഗ്മെന്റേഷൻ, എന്തോ കറുപ്പാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണ് നമ്മൾ വിടുക, ഇത്രയും ഭാഗം കണ്ണിൻ്റെത് വിടുക. ഇവിടെ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യും, ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടത്തേക്ക് വേണ്ടി മാത്രം, ഈ ഒരു ഏരിയയിൽ വേണ്ടി മാത്രം നിങ്ങൾ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന ടിപ്സ്, എക്സ്പെഷ്യലി പിഗ്മെന്റേഷൻ ഏറ്റവും നല്ലതാണ് മഞ്ഞളാണ്. മഞ്ഞളൊക്കെ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാം, മഞ്ഞളും തൈരും ഒക്കെ. ഓക്കെ, അടുത്ത് ആർദ്ര മറിയ സ്റ്റാൻസൺ, ചേച്ചി മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിലുള്ള ബ്ലാക്കിഷ് കളർ ഇപ്പോൾ പറഞ്ഞതാണ്. ആർദ്ര മറിയ സ്റ്റാൻസൺ വീണ്ടും, ചേച്ചി കുഞ്ഞുനാളിലെ നിറം തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഫുൾ ബോഡി ബ്രൈറ്റനിങ്. കുഞ്ഞുനാളിലെ നിറം തിരിച്ചു കിട്ടാൻ നമുക്ക് അത് കിട്ടാത്തത് ടാനിങ് കാരണമാണ്. നിങ്ങൾ ആദ്യം ടാനിങ് മാറ്റാൻ നോക്കുക. ആൻഡ് അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. പിന്നെ ഫുൾ ബോഡി ബ്രൈറ്റനിങ് ചെയ്യാൻ വീട്ടിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയാൽ നമ്മളത് ഒരുപാട് ഇപ്പം മഞ്ഞയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേണ്ടി വരും അല്ലേ. അതിന് പകരം ഞാനൊരു ഇത് പറയാം, മനായുർവേദത്തിൻ്റെ ഒരു ബ്രൈറ്റനിങ് ഓയിലുണ്ട്, സ്കിൻ ഫുൾ വൈറ്റനിങ് ഓയിലുണ്ട്. അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളവർ മേടിക്കുക. ഒരു 900 എബോ ആവും തോന്നുന്നു അതിൻ്റെ റേറ്റ്. പക്ഷെ ഒരു ബോട്ടിൽ മസാജ് ഓയിലാണ്, ഒരു ബോട്ടിലുണ്ട്, 500 ml എങ്ങാണ്ട് ഉണ്ടാവും. ഓക്കെ, ഒരു ബോട്ടിലുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ലതാണ്. നല്ല റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്താലേ നിങ്ങളെ അത് അറിയിക്കുള്ളൂ. സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം.
അടുത്ത ക്വസ്റ്റ്യൻ സോൾ റൈഡർ. ചേച്ചി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പറ്റിയ ഒരു സ്കിൻ കെയർ വീഡിയോ ഇടുമോ? ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേസ് വാഷ് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് എന്താണ്, അത് 3 സ്കിൻ കെയർ അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്സിനും ഉള്ള ഫേസ് വാഷസ് എന്തൊക്കെയാണ് എന്നുള്ള അങ്ങനെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിടാൻ വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം സനിൽകുമാർ ആണ് ചോദിച്ചേക്കണേ. ചുണ്ടിന് ചുറ്റും ചുണ്ടിലല്ല ബ്ലാക്ക് കളർ മാറാൻ വഴിയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ പിഗ്മെന്റേഷൻ ആണ്. പിഗ്മെന്റേഷൻ മാറാൻ നമ്മൾ മഞ്ഞൾ അലർജി ആണെങ്കിൽ ഗ്രാം ഫ്ലോർ എടുക്കുക, അല്ലെങ്കിൽ മുൾട്ടാനി മിട്ടി എടുക്കുക. ഇതൊക്കെയാണ് ബ്രൈറ്റനിങ്ങിന് ബെസ്റ്റ്. സോ ഇതുപോലുള്ള എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാം. മുന്നേ പറഞ്ഞതാണ് കേട്ടോ. പാത്തോസ് കോട്സ്. ചേച്ചി സ്കിൻ എപ്പോഴും സ്മൂത്ത് ആയിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തരുമോ? നല്ല ക്വസ്റ്റ്യൻ. സ്കിന്ന് സ്മൂത്ത് ആയിരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ പിമ്പിൾസ്, ആക്നി മാർക്സ്, സ്കാർസ്, ബ്ലെമിഷസ് അതൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആവണമെങ്കിൽ എപ്പോഴും നറിഷ്ഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം കേട്ടോ നമ്മുടെ സ്കിന്ന്. പോരാതെ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യണം. നന്നായിട്ട് നമ്മുടെ എവിടെയൊക്കെയാണോ സ്കിന്നിന് പ്രശ്നമുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാം. തടിച്ചി എന്നെയാണോ? ഓക്കെ, മുഖത്ത് മൊത്തം കുരുവില്ല എങ്കിലും കവിളിലൊക്കെ പിമ്പിൾസ് ആണ്. അതെന്തായിരിക്കും? പിമ്പിൾസ് മാത്രമല്ല. ഓക്കെ, മുഖത്ത് മൊത്തം കുരുവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആവാം. കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു ഏരിയ ഓയിലിയും ഈ ഒരു ടീ സോൺ ഏരിയ ഡ്രൈയും ആവാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു കവിളിലുള്ള ആ ഒരു പോർഷൻ ഓയിലി ആവുന്നത്. അപ്പം ഓയിലി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളുടെ പോർസിനകത്തുള്ള ഡേർട്ടും ഓയിലും ഒക്കെ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് പിമ്പിൾസ് ആവും. അത് സ്വാഭാവികമാണ്. സോ നന്നായിട്ട് നമ്മുടെ CTM റൂട്ടീൻ നന്നായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോർസൊക്കെ ഡീപ്പ് ക്ലെൻസ് ചെയ്യുക. ആൻഡ് ഒരു എക്സ്ഫോളിയേറ്റർ വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യുക. സ്ക്രബും ചെയ്യുക ഫേസ്. ഓക്കെ, അടുത്ത ചോദ്യം ഫാത്തിമത്ത് ഷാദ. പിഗ്മെന്റേഷൻ വരാനുള്ള റീസൺ. പിഗ്മെന്റേഷൻ വരാൻ നമ്മൾ സണ്ണിന് എക്സ്പോസ്ഡ് ആവുന്നത് വലിയൊരു റീസൺ ആണ് പിഗ്മെന്റേഷൻ വരാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ വിട്ടിട്ട് നമ്മൾ ചെയ്യുന്നതും അത് പിഗ്മെന്റേഷൻ വരാൻ കാരണമാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള മെഡിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ബ്യൂട്ടി കെയർ പ്രോഡക്ട്സോ ഒക്കെ യൂസ് ചെയ്യുന്നത് പിഗ്മെന്റേഷൻ വരാനുള്ള സാധ്യതയാണ്. മൃദുല എബ്രഹാം. ചേച്ചി ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഫേസിൽ ഇടാൻ പറ്റുന്ന ക്രീം ഏതാ? ഞാൻ ഏത് ക്രീം ഇട്ടാലും ഫേസിൽ പിമ്പിൾ വരും, അതുകൊണ്ടാണ്. ഓക്കെ, ഓയിലി സ്കിൻ ഉള്ളവർ ഓയിൽ അല്ലാതെ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുക. ജെല്ലി ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ അലോവേര ജെൽ. അപ്പം എൻ്റെ ഞാൻ നേരത്തെ ഇപ്പോൾ ഞാൻ ഷേവ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുള്ള റോഷിപ്പിൻ്റെ ഒരു ജെല്ലുണ്ട്. അതുപോലെ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുക. ഓയിലി കോണ്ടന്റ് ഉള്ള ക്രീംസ് യൂസ് ചെയ്യാതിരിക്കുക. ഓയിൽ കണ്ടന്റ് ഉള്ള ക്രീംസ് യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് അഫോർഡബിൾ ആണെങ്കിൽ ഗോ ഫോർ ന്യൂട്രിഡം. ഞാൻ ഏത് ക്രീം ഇട്ടാലും ഫേസിൽ പിമ്പിൾസ് വരും. ഓക്കെ, ഗോ ഫോർ ന്യൂട്രിഡം നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം പിന്നെ സെറ്റാഫിൽ ഒരു ഓപ്ഷനാണ്, നല്ല ഓപ്ഷനാണ് കേട്ടോ. സെറ്റാഫിലും ന്യൂട്രിഡമും നല്ല 2 ഓപ്ഷൻസ് ആണ്. അത് ട്രൈ ചെയ്യാം. അടുത്ത ചോദ്യം സോന അന്നയാണ് ചോദിച്ചേക്കുന്നത്. ഫേസിലുള്ള പോർസ് കുറയാൻ പറ്റും നല്ല പ്രോഡക്റ്റ് ഏതാണ്? ഫേസിലുള്ള പോർസ് കുറയാൻ ഒരു പ്രോഡക്റ്റ് തന്നെ അതിന് വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ പേര് ടോണർ എന്നാണ്. നമ്മൾ ടോണർ നന്നായിട്ട് യൂസ് ചെയ്യുക ഫേസിൽ. മീൻസ് നമ്മൾ CTM റൂട്ടീൻ കറക്റ്റ് ചെയ്യുക. പിന്നെ രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റിട്ട് ടോണർ യൂസ് ചെയ്യാം. ടോണറായിട്ട് നമുക്ക് എഗൈൻ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അലോവേര ജെൽ യൂസ് ചെയ്യാം, ആൻഡ് ചെമ്പരത്തി യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹണി യൂസ് ചെയ്യാം. ആൻഡ് പ്രോഡക്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ടോണേഴ്സാണുള്ളത്. ഗുഡ് വൈബ്സിൻ്റെ ആണ്. ഗുഡ് വൈബ്സിൻ്റെ അല്ല, 3 ടോണേഴ്സ് ആണുള്ളത്. അതിൽ 2 ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെയും 1 ഗുഡ് വൈബ്സിൻ്റെയും ടോണറാണ്. അപ്പം നിങ്ങൾക്കും ഏത് ടോണർ വേണം നിങ്ങളുടെ ഫേസിനും മണത്തിനും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗ്രീൻ ടീ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സർക്കിൾസ് പോവാൻ എന്താ വഴി? ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എൻ്റെ പേരും കൂടെ പറയണേ. ഓക്കെ, ഇഷ മേരി ജോസ് ആണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അതും താങ്ക് യു ഫോർ കമൻറ്റിങ്. ഇഷ മേരി ജോസ് മാത്രമല്ല എല്ലാവർക്കും താങ്ക് യു ഫോർ കമൻറ്റിങ്. കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സർക്കിൾസ് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് ചെയ്തിട്ടുണ്ട്. വിത്ത് എൻ്റെ ഫോട്ടോസ് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ആൻഡ് അടുത്ത ചോദ്യം സനിൽ കുമാർ. ചേച്ചി കോക്കനട്ട് ഓയിൽ മുഖത്ത് തേക്കുന്നത് കുരു വരാൻ കാരണമാവുമോ? നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ കോക്കനട്ട്
മുഖത്ത് തേക്കുന്നത്, കോക്കനട്ട് ഓയിൽ മുഖത്ത് തേക്കുന്നത് എന്താ കുരു വരാൻ കാരണം ആവും. അതുകൊണ്ട് നിങ്ങൾ അപ്പം ഓയിൽ സ്കിന്ന് മാത്രമല്ല, ഏത് സ്കിന്നാണെങ്കിലും നമ്മൾ ഓയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഖത്ത് തേക്കുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവണം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്കത് 30 to 1 hour നമുക്കത് കീപ്പ് ചെയ്യാം. നമ്മുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ 10 minutes മാക്സിമം, അത് കഴിയുമ്പോൾ കഴുകി കളയുക. കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കനുസരിച്ച് എവിടെയാണോ ഡ്രൈനെസ് ഉള്ളത് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അടുത്ത തീർത്ഥാസ് വ്ളോഗ്സ്, ടീനേജേഴ്സിന് 14 years ഉള്ളവർക്ക് നാച്ചുറൽ മൈൽഡ് സ്കിൻ കെയർ വല്ലതും പറഞ്ഞു തരാവോ? ടീനേജേഴ്സ് ഒരുപാട് കെമിക്കൽസ് മുഖത്ത് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഞാൻ തൊട്ട് മുന്നേ ഇട്ടിട്ടുള്ള CTM റുട്ടീൻ ഫോളോ ചെയ്യുക. അതിനകത്ത് ക്ലെൻസിങ് നാച്ചുറൽ ആയിട്ട് നമുക്ക് പാല് വെച്ചൊക്കെ ചെയ്യാം, ആൻഡ് ടോണിങ് നാച്ചുറൽ ആയിട്ട് നമുക്ക് അഗൈൻ റോസ് വാട്ടർ യൂസ് ചെയ്ത് ചെയ്യാം, ആൻഡ് മോയ്സ്ചറൈസിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഗ്രാബ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പോരാത്തിന് ഹണിയോ അലോവേര ജെല്ലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് അനുനന്ദയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി മുഖക്കുരു സൊല്യൂഷൻ പറഞ്ഞു തരും. മുഖക്കുരു പോവാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആര്യവേപ്പില, തുളസിയില, മഞ്ഞ ഇത് 3ഉം യൂസ് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അടുത്ത് ഈ ആസിഡ് പ്രോൺ സ്കിന്നുള്ളവർക്ക് എങ്ങനെയാ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും? അതൊരു ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് പ്രോൺ സ്കിന്നുള്ളവർ എങ്ങനെ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഷേവ് ചെയ്യരുത്. നിങ്ങളുടെ ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുക, പിന്നെ പ്ലക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരിക്കലും ഷേവ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ബാക്കി ഏരിയ നിങ്ങൾ ഷേവ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് പ്ലക്ക് ചെയ്യാം, ത്രെഡ് ചെയ്യാം. ഇതാണ് അടുത്ത കുറച്ച് മെത്തേഡ്സ് എന്ന് പറയാം. ഇവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് മുടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം മൊത്തം പ്ലക്ക് ചെയ്യണം. പറ്റുവാണെങ്കിൽ ഓക്കെ. പിന്നെ ത്രെഡ് ചെയ്യുന്നതും ആ ഒരു നൂല് കൊണ്ടുപോകുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ട്രൈ വാക്സിങ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഒരു പ്രത്യേക കൂട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ടൈനി ആയിട്ടുള്ള ഹെയർസും മാത്രമല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ടോട്ടലി റിമൂവ് ചെയ്യുന്ന ഒരു റെമഡി, അത് കണ്ടു നോക്കുക. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യും. അടുത്ത ചോദ്യം സുബി എസ്, പിമ്പിൾസ് പോകാൻ എന്ത് ചെയ്യും? ഓൾറെഡി നമ്മൾ സംസാരിച്ചു. ഇറ്റ്സ് മീ, ചുണ്ട് കറുപ്പ് നിറം എങ്ങനെ മാറ്റാം? കാരണം ഞാനിപ്പോൾ ചുണ്ടിൽ ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാരണം എനിക്കറിയാത്ത കാര്യം ഷെയർ ചെയ്തിട്ട് അത് ശരിയല്ലല്ലോ, ഓക്കെ അല്ലല്ലോ. സോ ഞാനത് ട്രൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അടുത്ത ദേവൂസ് ക്രിയേറ്റീവ് വേൾഡ്, ചേച്ചി ഡാർക്ക് സർക്കിൾസ് പോകാൻ നല്ലൊരു എഫക്റ്റീവ് റെമഡി പറഞ്ഞു തരുന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. അടുത്ത റിൻസി മേരി, റോസ് വാട്ടർ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഓർ റോസ് വാട്ടറിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം? നിങ്ങൾ രാത്രിയാണ് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതെങ്കിൽ ആഡ് സം ഡ്രോപ്സ് ഓഫ് ഹണി ഓർ അലോവേര ജെൽ, അല്ലെങ്കിൽ നിങ്ങൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ ടോൺ ചെയ്യുകയാണെങ്കിൽ റോസ് വാട്ടർ മാത്രമായിട്ട് യൂസ് ചെയ്താലും മതി. ഓക്കെ, അടുത്ത ചോദ്യം റിഫ ആണ് ചോദിച്ചേക്കുന്നത്, ചേച്ചി സ്കിൻ ബ്രൈറ്റനിങ് ഒരു ഗുഡ് വീഡിയോ ഇടാമോ ചേച്ചി, റിസൾട്ട് ഉള്ളത് പ്ലീസ്? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. സ്കിൻ ലൈറ്റനിങ് എന്ന് കുട്ടി പറഞ്ഞിട്ടില്ല, ബ്രൈറ്റനിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് പാക്സ് ഇടുക. 1-2 ദിവസം ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ അപ്പം തന്നെ ഒരു റിസൾട്ട് കിട്ടും. പക്ഷെ അത് സസ്റ്റൈനബിൾ അല്ല. സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസിൽ എന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇടവിട്ട് നിങ്ങളുടെ പീരിയോഡിക്കലി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഫേസിൽ ഫേസ് പാക്സ് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമുക്ക് ഒരാഴ്ച എത്ര തവണ വേണമെങ്കിലും ഫേസ് പാക്സ് യൂസ് ചെയ്യാം. മിനിമം ഒരു 2 മാസമെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസിൽ മാറ്റം കണ്ടു തുടങ്ങും. പിന്നെ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും നല്ല കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ടൊമാറ്റോ, പൊട്ടാറ്റോ ആൻഡ് ഇതൊന്നും എടുക്കാൻ അടുക്കളയിൽ കയറി അമ്മ ഓടിക്കും, അത് വേറെ കാര്യം. എന്നാലും നല്ല ഓപ്ഷൻസ് ആണ്. പിന്നെ ഗ്രാം ഫ്ലോർ വെളുക്കാൻ വേണ്ടി മാത്രം, ബ്രൈറ്റനിങ്ങിന് വേണ്ടി മാത്രമല്ല സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യാനും നല്ലതാണ്. ആൻഡ് മഞ്ഞയുടെ ആ ഒരു മഞ്ഞ കളർ നമ്മുടെ ഫേസിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോഫിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അതിനകത്ത്. ഓക്കെ, അടുത്ത ചോദ്യം ടെക് ക്രാഫ്റ്റ്, ചേച്ചി സ്കിൻ ഫൗണ്ടേഷൻ ഇട്ട പോലെ വെളുക്കാൻ എന്താ ചെയ്യുക? നമ്മുടെ സ്കിന്ന് ജസ്റ്റ് ഒരു ബ്രൈറ്റൻ ആവാനും വൈറ്റൻ ആവാനും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സംഭവം. കെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ് എന്തൊക്കെയാണോ നിങ്ങളുടെ ഫേസിൽ പ്രശ്നം, പിഗ്മെന്റേഷൻ ഉണ്ടോ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടോ, അതുപോലെ തന്നെ ആക്നി മാർക്സ്, പിമ്പിൾസ്, സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫേസ് കെയർ ചെയ്ത് ഫേസിന്റെ എല്ലാ പാടുകളും മാറ്റിയാൽ ഫൗണ്ടേഷൻ ഇട്ട പോലെ നമ്മുടെ ഫേസ് തിളങ്ങും. ഓക്കെ, അടുത്ത് ചേച്ചി നോർമൽ സ്കിന്നിന് ഒരു റെമഡി ചെയ്യോ?
ഫസ്റ്റ് ഓഫ് ഓൾ നോർമൽ സ്കിൻ, കൺഗ്രാജുലേഷൻ. നോർമൽ സ്കിൻ അങ്ങനെ ആർക്കും കിട്ടാറില്ല, പെട്ടെന്നൊന്നും ആർക്കും കിട്ടാറില്ല. നോർമൽ സ്കിന്നുള്ളവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇന്നതേ ചെയ്യാവൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫേസിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അലർജിക്ക് വരാൻ സാധ്യതയില്ല, നോർമൽ സ്കിൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അതെല്ലാം നിങ്ങൾക്ക് ഫേസിൽ യൂസ് ചെയ്യാം. അടുത്ത കളേഴ്സ്. ചേച്ചി നല്ലൊരു സ്ലീപ്പ് മാസ്ക് പറഞ്ഞു തരുമോ? എടാ, രാത്രി ഞാനങ്ങനെ ഒരുപാട് കെമിക്കൽസ് പ്രിഫർ ചെയ്യില്ല. സ്ലീപ്പ് മാസ്ക് കെമിക്കലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ മമായത്തിന്റെ സ്ലീപ്പ് മാസ്ക്, വൈറ്റമിൻ സി സ്ലീപ്പ് മാസ്ക്, ആൻഡ് പിന്നെ പ്ലമ്മിന്റെ നൈറ്റ് ക്ലാരിഫൈങ് ജെൽ, അതൊക്കെ ഓക്കെയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും മതി എന്നുണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യുക. ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഹണി യൂസ് ചെയ്യുക, മിൽക്ക് യൂസ് ചെയ്യുക, ഗ്ലിസറിൻ യൂസ് ചെയ്യുക, റോസ് വാട്ടർ യൂസ് ചെയ്യുക, പിന്നെ അലോവേര ജെൽ യൂസ് ചെയ്യുക. അടുത്തത് നിസു ടോക്സ്. ചേച്ചി മുഖത്ത് രോമം കളയാൻ മണൽ കൊണ്ടെന്തെങ്കിലും റെമഡി പറഞ്ഞു തരുമോ? മണൽ കൊണ്ടുള്ള റെമഡി എനിക്കറിയില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ട് പറയാം. മണലാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അടുത്ത അനശ്വര സജീവ് കുമാർ. ചേച്ചി ഹണി ഫേസിൽ തേക്കാൻ പറ്റുമോ? പറ്റും, കൂടെ തക്കാളി ചേർത്തിട്ട്. പ്ലീസ് റിപ്ലൈ. തക്കാളിയും കൂടെ ചേർത്താൽ ഡബിൾ എഫക്റ്റ് ആണ്. കാരണം ഹണി നമ്മുടെ ബാക്ടീരിയാസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യും. തക്കാളി വൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും പ്രൊമോട്ട് ചെയ്യും നമ്മുടെ ഫേസിന്റെ. ഓക്കെ. അടുത്ത് ഹാദി അന്ന. Isn't it golden facial good? ഗോൾഡൻ ഫേഷ്യൽ നല്ലതാണ്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഫേഷ്യൽസ് ഒക്കെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലേഴ്സ് അല്ലാതെ കുറച്ചൊരു നല്ല ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുക. കാരണം ഇതുപോലെ ലോക്കൽ ബ്യൂട്ടി പാർലറിൽ നമ്മുടെ സ്ഥലത്തുള്ള നമ്മുടെ സ്ഥലത്തുള്ള ബ്യൂട്ടി പാർലേഴ്സിൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലീച്ച് ചെയ്യാൻ എടുക്കുന്ന എന്താണെന്ന് അറിയാവോ? നമ്മളൊരു 35-60 രൂപയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 35-60 രൂപയ്ക്ക് നമ്മൾ എടുക്കത്തില്ല ഒരു ബ്ലീച്ചിങ് പൗഡർ. 35-60 രൂപയ്ക്ക് നമ്മളൊരു പൗഡർ മേടിക്കില്ലേ, അത് ആക്ടിവേറ്റർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുടിയിൽ തേക്കും, കളർ വരാൻ, മുഖത്ത് തേക്കും, ആ ഒരു കളർ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് അവർ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ നല്ലൊരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു പാർലറിൽ പോയിട്ട് നല്ല ഫേഷ്യൽ ചൂസ് ചെയ്യുക. അടുത്ത ഷാന ആണ് ചോദിച്ചേക്കുന്നത്. ഷാന, ഹായ് ചേച്ചി മുഖത്ത് പിമ്പിൾ വന്ന പാടുണ്ട്, അത് പോകാൻ എന്താ ചെയ്യേണ്ടേ? ഒന്നും ചെയ്യാണ്ട് തന്നെ അത് പോവോ? ഇല്ല, നമ്മൾ കുറച്ചൊക്കെ നമ്മൾ കെയർ കൊടുക്കണം, എങ്കിലേ അത് പോവുള്ളൂ. മഞ്ഞപ്പൊടി യൂസ് ചെയ്യാം, മഞ്ഞൾ യൂസ് ചെയ്യാം, ചന്ദനം യൂസ് ചെയ്യാം, ഇരട്ടി മധുരത്തിന്റെ പൊടി യൂസ് ചെയ്യാം. പിന്നെ ഓയിലി സ്കിന്നാണ് എൻ്റേത്, എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പേടിയാവുന്നു, വേഗം പിമ്പിൾ വരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ പാല്, തൈര്, ഇതൊന്നും മുഖത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുക. തൈര് എക്സ്പെഷ്യലി മുഖത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുക. പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈയിങ് ആക്കാനുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ നമ്മൾ ഇരട്ടി മധുരോ ഓറഞ്ച് പീൽ പൗഡറോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ മുൾട്ടാനി മിട്ടി എടുത്താലും മതി. മുൾട്ടാനി മിട്ടി എടുത്തിട്ട് പാലുമായിട്ട് കുഴയ്ക്കാതെ സാധാരണ വെള്ളമോ ഗ്ലിസറിനോ ഹണിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കുഴയ്ക്കുക. നമ്മൾ എന്നിട്ട് അപ്ലൈ ചെയ്യുക. പാല്, കേട്, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, നാൽപ്പരാമാതി തൈലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഫേസിൽ അവോയ്ഡ് ചെയ്യാം. ആൻഡ് ഒരു നല്ല ടിപ്പ് പറഞ്ഞു തരും. ഓക്കെ. അടുത്ത ചോദ്യം. ചേച്ചി കോക്കനട്ട് ഓയിൽ ആൻഡ് ഒലിവ് ഓയിൽ മുഖത്ത് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? ഓയിലി സ്കിന്നിന് പറ്റുമോ? ഷാന നേരത്തെ ചോദിച്ച അതേ ആളാണ് ചോദിച്ചേക്കുന്നത്. ഓയിലി സ്കിന്നിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇത്രയും ഓയിൽസ് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഫേസിന്റെ ഓയിൽ കൺട്രോൾ വീണ്ടും കൂടും, പോർസിൽ ഓയിൽ അക്കമുലേഷൻ ആൻഡ് അത് ഡേർട്ടൊക്കെ അടിഞ്ഞ് വീണ്ടും പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഓയിലി ആയിട്ടുള്ള പ്രോഡക്ട്സ് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാം. വീക്കിലി 1-2 തവണ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ കഴുകിക്കളയുക. 5 to 6 മിനിറ്റ്സിനുള്ളിൽ കഴുകിക്കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, കെമിക്കൽ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ നാച്ചുറൽ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അടുത്ത്, തലയിലെ പെയിൻ പോവാൻ ഉണ്ടോ? നമ്മളിപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ചാണ് സംസാരിക്കണേ. തലയിലെ പെയിൻ പോവാൻ ഞാനൊന്നും ചെയ്യാറില്ല. തലയിൽ എനിക്ക് പെയിൻ ഉണ്ട്. പെയിൻ തന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു കൂട്ടുകാരാണ്. അവരുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ വീട്ടിൽ അമ്മ തന്നെ അത് എടുത്തു തരും, അല്ലെങ്കിൽ ഞാൻ ചേച്ചിക്ക് റെഡിയാക്കും. അപ്പം തലയിൽ പെയിൻ പോകാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഒന്നാമത് ഇങ്ങനെ മുടിക്ക് ഉള്ളു നല്ല കുറവാണ്. സോ എന്താ നമ്മൾ മുടിയിൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ പെട്ടെന്ന് മുടി പറഞ്ഞു വരും. അങ്ങനെയുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ തലയിലൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ക്വസ്റ്റ്യൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്നാണ് വീഡിയോ എടുക്കണം, ഇന്ന് ഉച്ചയ്ക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യും. എന്നാലേ ഇന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് സ്കിൻ കെയറിന് ഒരു 30 ദിവസമാണ് നമ്മൾ കൊടുത്തേക്കണേ.
ആഴ്ചയിൽ 4 സൺഡേസ് ഉണ്ടാവും. എല്ലാ സൺഡേസും ഇതുപോലെ Q&A ആയിരിക്കും. സോ അതുപോലുള്ള സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കാം, വന്ന് കമന്റ് ചെയ്യാം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.